ഹായ് ഗൈസ്. ഭരിച്ചിരുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സിംഹമാണ് നമ്മുടെ സ്കാർഫേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേരാണ് ഈ ഒരു വാഹനത്തിന് ഇട്ടിരിക്കുന്നത്. അവന്റെ ഫോട്ടോയാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്കാർഫേസ് എന്ന് പറയുന്ന ഒരു പേര്. ഹലോ എവരിവൺ, ഇറ്റ്സ് വിളിച്ചസ് കൊച്ചിക്കാരി ചായത്തി. അപ്പൊ നമ്മൾ എന്നുള്ളത് കോട്ടയത്താണ് കേട്ടോ. ഇപ്പൊ നമ്മളിത് ഈ കാണുന്ന ഒരു അടിപൊളി പ്ലേസിൽ വന്നേക്കുവാണ്. വേറെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ജിപ്സിയുടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പൊ നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഇന്ന് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഡയറക്റ്റ് ആയിട്ട് വന്ന് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം, അതുപോലെ തന്നെ ഇതിന്റെ മൊത്തത്തിലൊന്ന് കാണണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായതുകൊണ്ടിട്ടാണ് ഇന്ന് രാവിലെ തന്നെ നമ്മൾ എറണാകുളത്ത് നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ കോട്ടയത്തേക്ക് വന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ഈ കാണുന്ന നമ്മുടെ മാരുതി ജിപ്സിനെ പറ്റിയിട്ടായിരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ തന്നെ ജിപ്സി എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ്. അപ്പോൾ എന്നാലും കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളിതേ ഈ കാണുന്ന ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിർത്തിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ നമ്മൾ എടുത്തതാണ്. ഇനി നമ്മൾ മേളിൽ പോയിട്ടായിരിക്കും ബാക്കി നമ്മൾ വിശേഷങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് നോക്കിക്കാൻ നല്ല മഴയൊക്കെ പെയ്ത് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കോടയൊക്കെ വന്ന് നല്ല സെറ്റായിട്ടുള്ള ക്ലൈമറ്റിൽ നിൽക്കണം കേട്ടോ ഇപ്പം നിലവിൽ. അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഹൈറ്റ് എന്താ പറയുക ഒരു മലമുകളിലൊക്കെ വന്നിട്ട് ഒരു ഷൂട്ടൊക്കെ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അധികം വലിച്ചിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മഴ വന്നിട്ട് ഗൈസ്, നമുക്ക് വേഗം വണ്ടി കയറിയിട്ട് അങ്ങ് പോവാം. ഡെന്നി ചേട്ടൻ പോകാറുണ്ടല്ലേ? കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. കൊറേ ജിപ്സി ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കൊറേ കൊടുത്തതാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു എന്റെ അടുത്ത്. അങ്ങനെയല്ല, അത് നമ്മൾ സൈഡായിട്ട് ചെയ്യണതാണ്.
കുട്ടിയുടെ ഫോണൊക്കെ വീണേക്കളൊക്കെ ആ Hello everyone, it's me Lichus Koch. Hello everyone, it's me Lichus Kochikari Chaiti. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള നമ്മുടെ കോട്ടയം ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള ഇലവിയുടെ പൂഞ്ചിറയിലാണ് കേട്ടോ. ആക്ച്വലി നമ്മളിവിടെ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിപ്സി സെയിൽ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ വണ്ടിയുടെ എന്താ പറയുക വണ്ടിയുടെ ഓണറിൻ്റെ കസിൻസ് നമ്മളൊരു പ്ലേസിൽ കൊണ്ടുവന്നു ഗൈസ്. ഒന്നും പറയാനായിട്ടില്ല. ആക്ച്വലി നമ്മൾ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ പ്ലേസ് ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അതുമാത്രമല്ല ഇത്രയും ടോപ്പിലൊക്കെ വന്നിട്ട് ഒരു വണ്ടി കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ കൂടെ വന്ന ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ കോട്ടയത്തെ അച്ചായന്മാർ. അപ്പോൾ ഈ ചേട്ടനാണ് വണ്ടി ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നത്. അന്നേരം നമ്മുടെ ജിപ്സിയുടെ ഓണറിൻ്റെ കസിൻസാണ് കേട്ടോ. അപ്പോൾ ഇവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതല്ലാതെ വേറൊരു ജിപ്സിയും കൂടെ വീട്ടിൽ വേറെ കിടക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ പേര് പറഞ്ഞോ? ബേബി എന്നാണ് ചേട്ടന്റെ പേര്. ഇത് ജോമിച്ചേട്ടനാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്തതും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഈ പ്ലേസ് കാണിച്ചതൊക്കെ ഇവർ രണ്ടുപേരും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നണം? ഒന്നും മിണ്ടാത്ത എന്താ രണ്ടുപേരും മിണ്ടാതെ? നല്ലൊരു പ്ലേസ്. എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. പിന്നെ അതത്രല്ല നമ്മള് വണ്ടിയായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ ഇത്രയും കോട ഉണ്ടായിരുന്നില്ല അല്ലേ? ഇങ്ങോട്ട് ടോപ്പിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചധികം കോടയായി. അപ്പോൾ നമ്മള് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ ജിപ്സി എന്ന് പറയുന്നത്. ജിപ്സിയുടെ ഫ്രണ്ട് കാണിച്ചു കൊടുക്കുക. അത് നല്ല ലൈറ്റൊക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കണാണ്. അപ്പോൾ ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കോട്ടയത്തേക്ക് വന്നത്. കോട്ടയത്ത് വന്നപ്പോൾ നമ്മൾ അവിടെ എവിടെയെങ്കിലും അടുത്തുള്ള ഒരു പ്ലേസിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇവരാണ് നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. നല്ല എന്താണ് നമ്മുടെ ഇലവിയുടെ പൂഞ്ചിറയിൽ പോയിട്ട് വരാം, അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഓണറോട് പുള്ളി എൻ്റെ അടുത്ത് ഓൾറെഡി ചെറിയൊരു എന്താ പറയുക എൻ്റെ മുന്നേ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി പ്ലേസ് ആണ്, നിങ്ങൾ വന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും താങ്ക് യു സോ മച്ച് ഇങ്ങനത്തെ ഒരു പ്ലേസ് നമ്മളെ കാണിച്ചു തന്നില്ല നമ്മുടെ ജോമിച്ചേട്ടനും അതുപോലെ തന്നെ ബേബി ചേട്ടനൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന ജിപ്സിയുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇലവിയുടെ പൂഞ്ചിറിനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഞാൻ നനഞ്ഞ് ഗൈസ് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്ന ഞാനാണ് ഇപ്പം നനഞ്ഞ് കുളിച്ച്. പക്ഷേ നമുക്ക് ഈ മഴ പെയ്യുന്നുണ്ടെങ്കിൽ അതങ്ങനെ അത്ര എഫക്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം എഫക്റ്റ് ചെയ്തു മഴ കൂടി. അപ്പോൾ എന്തായാലും ഞാൻ അധികം വലിച്ചു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടത്തെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ നനഞ്ഞ് അയ്യോ കുറച്ച് ക്ലിപ്സ് കിട്ടിയായിരുന്നു. നമ്മള് മഴ പെയ്തത് കൊണ്ടിട്ട് അവിടെ നിന്ന് നമ്മള് വേറൊരു സ്ഥലം എവിടെയെങ്കിലും നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോണേണ്. ഇനിയിപ്പോ ഇവിടെ നിന്ന് അധികം അങ്ങോട്ടേക്ക് ഇല്ല കേട്ടോ. കണ്ടാ നല്ല കോടയുണ്ട് കേട്ടോ. നല്ല കോടയെന്ന് വെച്ചാൽ നല്ല കോടയുണ്ട് ഇവിടെ. ഇതെന്താ ആദ്യമായിട്ടാണ് ഇത്രയും കോടയിൽ വന്നത്. നല്ല കോട. നമുക്ക് റോഡ് പോലും സത്യം പറഞ്ഞാൽ കാണാൻ പറ്റുന്നില്ല, അത്രയും കോടയുണ്ട്. വേണ്ട ഇതിപ്പോ നിങ്ങക്ക് വീഡിയോയിൽ കാണുമ്പോ എനിക്കറിയില്ല എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. പക്ഷെ നമുക്ക് വണ്ടിയും കാണാൻ പറ്റുള്ള അത്രയും കോട കണ്ട. നല്ല കോടയുണ്ട്. അടുത്തെത്തുമ്പോഴാണ് റോഡ് ഏതാന്ന് മനസ്സിലാവുന്നത്. അത്രയും കോടയുണ്ട്.
അതങ്ങ് പോയി കഴിഞ്ഞപ്പോ എനിക്ക് സമാധാനം ഇത് സത്യം പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്കൊന്ന് ഛർദ്ദിച്ചായിരുന്നു ഗൈസ്, ഒന്ന് വൊമിറ്റ് ചെയ്തായിരുന്നു നൈസായിട്ട്. ഇത്രയും കോടേ ഇവിടെ വെള്ളം വീഴുന്നുണ്ട് ഗൈസ്. അതൊക്കെ അവിടെ ഇവിടെയാണ് നമ്മളെ കയറ്റി വിടില്ല എന്ന് പറഞ്ഞത്. ആ ഓക്കെ ഓക്കെ. ആ ആ ആ ഇതിപ്പോ എനിക്ക് ഈ ഒരു കോട കണ്ടിട്ട് മറ്റേ ഇവിടെ എന്തോ മറ്റേ നമ്മുടെ പൊന്നൂടി പോയൊരു ഫീല്. എവിടെയാണ് ആണല്ലേ? ഓ ഓ ഓ ഓ ആ. അപ്പൊ ഗൈസ് ഇപ്പൊ നമ്മള് എക്സാക്ട് നമ്മുടെ ഇലവിഴ പൂഞ്ചിറയിലാണ്. ഇവിടെ നിന്ന് നമ്മൾ അങ്ങോട്ടേക്ക് നമ്മളെ കടത്തി വിടത്തില്ല. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇവിടെ ഉള്ള ഒരു സ്ഥലത്ത് നമ്മളിപ്പോ നിലവിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുണ്ടല്ലേ ഹസാഡൊക്കെ ഇട്ടിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി കൊടയും പിടിച്ച് നിൽക്കാൻ പോലും എനിക്ക് പേടിയാണ്, കാരണം എന്നെയും കൂടെ വലിച്ചോണ്ട് പോകണം. അത്രയും കാറ്റും അതുപോലെ തന്നെ കോടയും അതുപോലെ തന്നെ മഴയും ഒക്കെ ഉണ്ട് ഒരേപോലെ. അപ്പൊ എന്തായാലും ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എൻ്റെ കോസ്റ്റ്യൂം ഞാൻ ഹീൽസ് ഒക്കെ ഇട്ടുകൊണ്ട് വന്നേക്കണം. കാരണം എവിടെയെങ്കിലും ഒരു ശാന്തമായിട്ടുള്ള ഒരു പ്ലേസ് എന്നാൽ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഒക്കെ ഇട്ട് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇവർ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു എന്താ പറയുക, എനിക്ക് ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ വണ്ടിയുടെ ഓണറോടും കസിൻസിനോടൊക്കെ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് ഞാൻ അറിയിക്കുകയാണ്. എന്തായാലും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ജിപ്സി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ മിലിറ്ററിയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്ത വണ്ടിയാണ് ഈ ഒരു ജിപ്സി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും അതായത് മിലിറ്ററിയിൽ മാത്രമല്ല, ഇപ്പോൾ വൈൽഡ് ലൈഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ നോർമൽ ഓഫ് റോഡിങ്ങിനൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് ഇന്നും യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ മാരുതിയുടെ ജിപ്സി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അങ്ങനെ വർണ്ണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് ജിപ്സി എത്രത്തോളം നമ്മുടെ റോഡും അതുപോലെ തന്നെ ഓഫ് റോഡൊക്കെ ഭരിക്കുന്നത് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ പോലും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്തായാലും ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നല്ല കാറ്റുണ്ട് ഗൈസ്. ഇപ്പം എനിക്കൊന്ന് കുറച്ചൊന്ന് വെട്ടം വന്നിട്ടുണ്ട്, ആ മൂടൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കുട പറന്നോന്നാണ് എൻ്റെ പേടി. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടുതലും ജിപ്സിയൊക്കെ നേരത്തെ യൂസ് ചെയ്തോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ ഈ ആർമിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു എക്സ് ആർമി വെഹിക്കിളാണ് ഈ കാണുന്ന ജിപ്സി എന്ന് പറയുന്നത്. ഇത്
റീ രജിസ്ട്രേഷൻ അങ്ങനെ എനിക്ക് പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബിക്കോസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ഇത്ര കൊല്ലം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ മിലിറ്ററിയിലുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ആർമിയിലുള്ള വാഹനങ്ങൾ അവരവിടെ നിന്ന് ഡിസ്പോസ് ചെയ്യും. അപ്പം അങ്ങനെ വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മളിവിടെ 2021 കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. നിലവിലിപ്പോൾ KL43 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. 2006 മോഡൽ വണ്ടിയാണ് ഈ കാണുന്ന ജിപ്സി എന്ന് പറയുന്നത്. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഒരു ഓഫ് റോഡിങ്ങിനൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് ചെയ്യണ കുറച്ച് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇത് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നോർക്കിളറൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതുണ്ട് ഫ്രണ്ടിൽ ഈ കാണുന്ന ഗാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഓഫ് റോഡിങ്ങിനൊക്കെ പോകാനൊക്കെ ആയിട്ട് താല്പര്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ എന്ന് പറഞ്ഞാൽ കണ്ണുപൂട്ടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങളൊന്ന് ഇതാവും. പക്ഷേ എന്നാൽ പോലും ഈ ഞാൻ പറയാൻ പോകുന്നൊരു പ്രൈസിന് എന്തായാലും ഈ ഒരു വാഹനം ഉറപ്പായിട്ടും വെർത്താന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ 5 പുത്തൻ ടയേഴ്സാണ്. ഹായ് ഗൈസ് 5 പുത്തൻ ടയേഴ്സാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. എക്സ്ട്രാ ആയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഫോൺ നോക്കി പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഒന്നാമത്തെ കാര്യം ഇവിടെ നമുക്ക് റേഞ്ച് ഇല്ല ഗൈസ്, അത് വേറെ കാര്യം. അപ്പോൾ ഓക്കെ, ബാക്കി ഡീറ്റെയിൽസിലൊക്കെ എനിക്ക് ഈ ഹീൽസ് ഒക്കെ ഇട്ടേക്കുന്നുണ്ടെങ്കിൽ നല്ല പേടിയുണ്ട് ഗൈസ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള പ്ലേസിലൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ബൂട്ട് ഷൂസൊക്കെ ഇട്ടിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ വണ്ടിയുടെ മൊത്തത്തിലൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ വണ്ടിയുടെ പേര് നിങ്ങളൊന്ന് നോക്കിക്കുക. നമ്മൾ ഇട്ടിരിക്കുന്ന പേര് കണ്ടോ നിങ്ങൾ, സ്കാർഫേസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഈ സ്കാർഫേസ് നിങ്ങൾക്ക് ചിലർക്ക് ഒട്ടുമിക്കവർക്കും അറിയാമെന്നായിരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 ചതുരശ്ര കിലോമീറ്ററിൽ പ്രദേശം എന്ന് പറഞ്ഞാൽ അത്രയും പടർന്നു കിടന്ന ഒരു വൻ പ്രദേശത്തിനെ മൊത്തം ഭരിച്ചിരുന്ന ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സിംഹമാണ് നമ്മുടെ സ്കാർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേരാണ് ഈ ഒരു വാഹനത്തിന് ഇട്ടിരിക്കുന്നത്. അവൻ്റെ ഫോട്ടോയാണ് ഇത് കണ്ടില്ലേ നിങ്ങൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്കാർഫേസ് എന്ന് പറയുന്നൊരു പേര് ആ സിംഹത്തിന് വരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2012 വേറൊരു സിംഹമായിട്ട് പോരാടിയ സമയത്ത് അതിനൊരു ആക്രമിച്ച സമയത്ത് അതിൻ്റെ കണ്ണിൽ എന്ന് പറഞ്ഞാൽ വലത്തെ വശത്തെ കണ്ണിന് മുകളിലായിട്ടൊരു പാട് വന്നു. പക്ഷെ ആ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകാതെ ഇങ്ങനെ കിടക്കാണ്. അതുകൊണ്ടിട്ടാണ് ആ ഒരു സിംഹത്തിന് അങ്ങനെ ഒരു സ്കാർഫേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് വരുന്നത്. അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു പ്രദേശം മൊത്തം എന്താണ് പറയുക, ഇങ്ങനെ അടക്കി ഭരിക്കാന്ന് പറയില്ലേ, അങ്ങനെ അടക്കി ഭരിച്ചിരുന്ന ഒരു മുതലാണ് കേട്ടോ സ്കാർഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2021 ആ സിംഹം മരണം അടഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് അതിൻ്റെ കണ്ണ്, കാത്, അതുപോലെ തന്നെ മേൽത്തൊലി, അതിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ മുറിവ് പറ്റിയിരുന്നത് ആ സിംഹത്തിന്. പക്ഷെ എന്നാൽ പോലും സാധാരണ ഒരു സിംഹം ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 14 വർഷം ആ സിംഹം ജീവിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു സിംഹവും കൂടെയാണ് കേട്ടോ. എന്നാൽ 4 സഹോദരങ്ങൾ വേറെ ഉണ്ട് കേട്ടോ ഇവന്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോഴത്തേക്കും ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ ഇവന്. കാരണം ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുത്തിരിക്കുന്ന ഒരു സിംഹവും കൂടിയാണ് കേട്ടോ ഇത്. കണ്ടോ, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എന്നാൽ എനിക്ക് തോന്നുന്നു 2ലോ 3ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ക്ലാസ്മേറ്റിൻ്റെ നോട്ട്ബുക്കില്ലേ അതിലൊക്കെ ഇവൻ്റെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. അത്രയും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഉള്ള സിംഹത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഫോട്ടോസ് എടുത്തിരിക്കുന്ന ഒരു സിംഹക്കുട്ടിയാണ് കേട്ടോ ഈ കാണുന്നവൻ. നല്ല ഷാർപ്പായിട്ടും അതുപോലെ തന്നെ ഭയങ്കര ഒരു സൗമ്യത ഭാവമുള്ള ഒരു സിംഹം കേട്ടോ ഇത്. അപ്പോൾ എന്താ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അത്രയും പവർഫുള്ളും അതുപോലെ തന്നെ ഇപ്പോഴും റോഡും അതുപോലെ തന്നെ ഓഫ് റോഡൊക്കെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതലാണ് നമ്മുടെ ജിപ്സി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം നമ്മളുടെ റെയിൻഡേ ഹിമാലയ അതുപോലെ തന്നെ ഡെസേർട്ട് ഫോം, അതിലൊക്കെ ഡെസേർട്ട് ആ ഒരു ഓഫ് റോഡിങ്ങിലൊക്കെ ഒരുപാട് എന്താ പറയുക പേരെടുത്ത് നിന്നേക്കുന്ന ഒരു മുതലാണ് കേട്ടോ ഈ കാണുന്ന ജിപ്സി. ഞാൻ ഇതിൻ്റെ കൂടെ വർണ്ണിക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ജിപ്സി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സത്യത്തിൽ ഓർമ്മ വരുന്നത് ഒരുപാട് ഓഫ് റോഡൊക്കെ കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ അടുത്തും കൂടെ ഞാനൊരു ജിപ്സി ഓടിച്ചതേ ഉള്ളൂ. പക്ഷേ ഇത്ര പെട്ടെന്ന് അടുത്തൊരു ജിപ്സി എനിക്ക് ഓടിക്കാനും അതുപോലെ തന്നെ അടുത്തൊരു ജിപ്സി വ്ളോഗ് ചെയ്യാൻ കിട്ടുമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ജിപ്സിയുടെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. നല്ല പക്കയായിട്ട് ക്ലീൻ എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഇതുണ്ടല്ലോ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു രീതിയിൽ സീറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ജിപ്സി എല്ലാവർക്കും അറിയാം ഹാർഡ് ടോപ്പ് അതുപോലെ തന്നെ സോഫ്റ്റ് ടോപ്പ് അതുപോലെ തന്നെ കൺവേർട്ടബിൾ അങ്ങനെ 3 എണ്ണത്തിൽ നമുക്ക് വരുന്നുണ്ട്. ഇത് ഹാർഡ് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പക്ക ഒരു ഓഫ് റോഡിങ്ങിനൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെ ഇത് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നോർമലി 210 mm ആണ് ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ഈ വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം
ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ ഒന്ന് കാണിച്ചു തരാവേ. എനിക്കാണെങ്കിൽ ഗൈസ് സത്യമായിട്ട് നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. എൻ്റെ കോസ്റ്റ്യൂം നോക്കിക്കാൻ ഞാൻ ഒരു ഷർട്ടും ഒരു പാൻറ്റും ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആയിരുന്നു. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയണത്. പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. ഇതെല്ലാം എക്സ്ട്രാ നമ്മളെ കസ്റ്റമർ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതൊക്കെ കേട്ടാ പവർ വിൻഡോ AC അതല്ല, ഞാൻ പവർ വിൻഡോ AC ഒക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ അമ്മ എനിക്ക് ഒരേ സമയത്ത് തണുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇനി എനിക്കൊന്ന് ഓടിച്ച് നോക്കണം. ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അയ്യാ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടി. ഒന്ന് കട്ട് ചെയ്യോ, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അയ്യോ, ടാസ്ക് ആകോ എന്തോ. ഇത് വരുമ്പോഴത്തേക്കും 1.6 ലിറ്റർ ആണ് കേട്ടോ. 1.6 ലിറ്റർ എഞ്ചിനാണ്. അതുപോലെ തന്നെ സ്റ്റേജ് 1 ട്യൂൺ ചെയ്തിട്ടുണ്ട് കേട്ടോ എഞ്ചിൻ. പിന്നെ ഞാൻ നോക്കി പറയാം ഗൈസ്, അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ റീസെൻ്റ്ലി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓഫ് റോഡിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കസ്റ്റമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ പിന്നെ LED ലൈറ്റ്സ് വന്നിട്ടുണ്ട്. പിന്നെ പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ്. ഫ്രണ്ടിൽ രണ്ടും പോളോൻ്റെ സീറ്റ്സ് ആണ് കേട്ടോ. എന്നാൽ പോളോ സീറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. കണ്ട ഫ്രണ്ടിൽ ഒരു ഈഗിളിൻ്റെ ഒരു പടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ബോണറ്റിൽ. കണ്ട അതുപോലെ തന്നെ നമ്മൾ ഇവിടെയായിട്ട് സ്കാർ ഫേസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിംഹക്കുട്ടിയുടെ പേരും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആൻഡ് പ്രോപ്പർ ആയിട്ടുള്ളതാണ്. ഇനി ഇതിൻ്റെ വിലഭാഗത്തിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്ന് വണ്ടി നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ഓടിച്ച് നോക്കി എടുക്കുക എന്നുള്ളതാണ്. അത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇനി നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6,75,000 രൂപയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓഫ് റോഡിംഗ് ഒക്കെ പോകണം, പിന്നെ അതുപോലെ തന്നെ ജിപ്സി എടുക്കാനായിട്ട് ഒരുപാട് നാൾ ആഗ്രഹിച്ചിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഈ കാണുന്ന ജിപ്സി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇത്രയും നീറ്റായിട്ടുള്ള ഒരു ജിപ്സി ഞാൻ ഈ അടുത്ത് വേറെ കണ്ടിട്ടില്ല. അത്രയും ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു ജിപ്സിയാണ് കേട്ടോ. ഈ ജിപ്സി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് പഴയൊരു ഓർമ്മയും കൂടെ ഞാൻ പറയാം. എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ചെറുതായിരുന്ന സമയത്ത് ഈ ദൂരദർശനിലേക്ക് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒക്കെ സമയത്ത് ദൂരദർശനിൽ ഈ പരേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ കൂടുതലും ഈ പറഞ്ഞ പോലെ മുഖ്യാതിഥികളായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ അവരൊക്കെ വരുന്ന വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ജിപ്സിയിലാണ്. അതെന്ന് പറഞ്ഞാൽ കൺവേർട്ടബിൾ ആയിട്ടുള്ള ജിപ്സി ഉണ്ടല്ലോ, അതിലൊക്കെയാണ് കൂടുതലും അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കാട്ടിലൊക്കെ പോകുന്ന സമയത്താണ്, വൈൽഡ് ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ കാട്ടിലൊക്കെ പോകുന്ന സമയത്തൊക്കെ കൂടുതലും ഇങ്ങനത്തെ ഓപ്പൺ ജിപ്സി കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഒരു എന്താ പറയുക പേരെടുത്ത് നിൽക്കുന്ന ഒരു വണ്ടിയാണ് ജിപ്സി. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഇവിടെ നിന്ന് നമ്മൾ പോവുകയാണ് ഗൈസ്. ഇതൊക്കെയാണ് നമ്മളുടെ ഈ കാണുന്ന ജിപ്സിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയണത്. നല്ലൊരു എന്താ പറയുക ക്ലൈമറ്റ് നമുക്ക് കിട്ടി, പക്ഷേ കുറച്ച് മഴയായിപ്പോയി, അതാണ് ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഭയങ്കര അധികം ഹാപ്പിയാണ്. എനിക്ക് ഇത്രയും ഒരു എന്താ പറയുക ക്ലൈമറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു പക്ക എന്താ പറയുക ഈ ഒരു ക്ലൈമറ്റിന് പറ്റിയൊരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം ഈ കാണുന്ന ജിപ്സി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഗൈസ്. എനിക്ക് വേറെ ഒന്നും പറയാനായിട്ടില്ല. അപ്പോൾ വണ്ടി ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതിലേക്ക് DM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇതിലധികം അങ്ങനെ പറയുന്നില്ല, ബിക്കോസ് എന്ന് വെച്ചാൽ നമ്മളിവിടുത്തെ ക്ലൈമറ്റ്, പിന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട് ഗൈസ്. പിന്നെ അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്ത. എന്നാൽ പോലും നിങ്ങൾ DM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരും. നമുക്ക് ഇനി എന്തായാലും ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം ഗൈസ്.
ചേഞ്ച്. ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി. താക്കോലല്ലേ ഇൻഡിക്കേറ്റർ നിൽക്കാം. അൺലോക്ക് ചെയ്തേ ആ റിമോട്ട്. ഓക്കെ ഇല്ല ഓക്കെ ഇല്ല കാണത്തില്ല. കണ്ണടിക്ക് കാണാൻ ഇവിടുന്ന് വണ്ടിയില്ല. ഓടിച്ചു നോക്കും ഓടിച്ചു നോക്കും. എങ്ങനെയുണ്ട് പവർ സ്റ്റിയറിംഗ് എല്ലാം ഓടിച്ചിട്ട്? പവർ സ്റ്റിയറിംഗ് എനിക്കൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. മറ്റേത് നേരത്തെ മുമ്പ് ഓടിച്ചേക്കുന്നത് പവർ സ്റ്റിയറിംഗ് അല്ല. പവർ സ്റ്റിയറിംഗ് ഓടിച്ചത് നല്ല രസമാണ്. ധൃതി വേണ്ട, പയ്യെ പോയാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സംഭവം ഉണ്ട്. നമ്മള് 2005 മോഡൽ വണ്ടിയാണ്, 2006 എന്നാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. മിസ്റ്റേക്ക് ആയതാണ്, അതൊന്ന് പറയണം തോന്നി, അതൊന്ന് പറഞ്ഞു. ഓക്കെ, പേടിയുണ്ട് ഏട്ടാ. ഓക്കെ ഓക്കെ, പറഞ്ഞാൽ മതി. ഇങ്ങോട്ടല്ലേ? നല്ല പഴം പോലെ ഇരിക്കുന്ന ചിപ്സ്, ഒന്നും പറയില്ല. ഇങ്ങനെയാണ് ഒരു പജേറോന്റെ ഇന്റീരിയർ വരുന്നത്. സീറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പജേറോ. ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. ഇത് കണ്ടിട്ട് വേണം അടുത്ത വിഷയമാവാൻ.
ജിൻസി എങ്ങനെയുണ്ട്? ആ ഞാൻ എന്താ പറയണ കണ്ടിട്ട് പുതിയ ജാവ RX വെസ്പ പിന്നെ അതുപോലെ തന്നെ ദേ ഇതൊക്കെ നോക്ക്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു വണ്ടിപ്രാന്തൻ്റെ വീട്ടിലാണ്. മോർ അപ്ഡേറ്റ്സ് കമ്മിങ് സൂൺ.